ഹലോ. ഒരുപാട് സമയം ആലോചിച്ചിട്ടാണ് ഞാൻ ചില കാര്യങ്ങൾക്കൊരു വ്യക്തമായ ധാരണ തരണം, അല്ലെങ്കിൽ ഞാൻ കണ്ട കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇന്നലെ നടന്ന മനോരഥങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ അവതാരകൻ ഞാനായിരുന്നു. അപ്പോൾ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് 9 സിനിമകൾ ഒരു ആന്തോളജിയായി MT വാസുദേവൻ നായർ സാർ എഴുതിയ തിരക്കഥകളുടെ ചലച്ചിത്രാവിഷ്കാരമായിട്ടുള്ള 9 സിനിമകളുടെ ഒരു ആന്തോളജി. അത് ഓഗസ്റ്റ് 15 വരാൻ പോവാണ്. സോ അതിൻ്റെ ട്രെയിലർ ലോഞ്ച് നടക്കുകയാണ്. ഒരു സിനിമയല്ല, 9 സിനിമയാണ്. അപ്പോൾ 9 സിനിമകളിലെയും താരങ്ങൾ, അഭിനേതാക്കൾ, സംവിധായകർ, മ്യൂസിക് ഡയറക്ടേഴ്സ്, ടെക്നീഷ്യൻസ്, DOPs, ഒരുപാട് പ്രതിഭാധനരായിട്ടുള്ള ആൾക്കാരുടെ വലിയൊരു നിര ഉണ്ട്. ആക്ച്വലി പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ ദോ ഇത്രയധികം ഗസ്റ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെയും ഇതിൽ ആരൊക്കെ വരും വരില്ല, ഇതിൽ കൃത്യതക്കുറവുകൾ തീർച്ചയായിട്ടും സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എനിക്ക് തന്നിട്ടുള്ള ലിസ്റ്റിൽ പലതും അപൂർണമായിരുന്നു. ഇൻ ബിറ്റ്വീൻ അതിൽ പുതിയ പേരുകൾ ആഡ് ചെയ്യപ്പെടുകയും ഉള്ള പേരുകളും നീക്കം ചെയ്യുകയൊക്കെ ചെയ്തു. ഇത് സ്വാഭാവികമാണ്. നിങ്ങളെല്ലാവരും കാണുന്ന പോലെ 1 മിനിറ്റിൻ്റെ വീഡിയോയിൽ നമുക്ക് ഒരു പ്രോഗ്രാമിന് ഒരിക്കലും അവിടെ എന്താ നടന്നിട്ടുള്ളതെന്നുള്ളത് ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ ജയരാജ് സാർ സംവിധാനം ചെയ്ത സിനിമയ്ക്കാണ് രമേശ് നാരായണൻ സാർ മ്യൂസിക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ 9 സിനിമകളിലെയും ഓരോ ചലച്ചിത്രത്തിൻ്റെ പേര് പറഞ്ഞ് അതിൽ എനിക്ക് എൻ്റെ കയ്യിലൊരു ലിസ്റ്റ് തന്നിട്ടുണ്ട് ഇതിൻ്റെ സംഘാടകർ. 9 സിനിമകളിലുള്ള മുഴുവൻ കാസ്റ്റ് ആൻഡ് ക്രൂരും നമുക്ക് കാണാൻ പഠിക്കാൻ പറ്റില്ല. നമുക്കൊരു ലിസ്റ്റ് നോക്കി വായിക്കലാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അതിൽ തന്നിട്ടുള്ള പേരുകളിൽ രമേശ് നാരായണൻ സാറിൻ്റെ പേരില്ലായിരുന്നു. അത് എനിക്ക് ലിസ്റ്റ് തന്നിട്ടുള്ള ഇതിൻ്റെ സംഘാടകരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളൊരു വീഴ്ചയാണ്. ഏത് സ്റ്റേജിൽ കയറുമ്പോഴും നമ്മൾ പ്രാർത്ഥിച്ച് കയറും, എൻ്റെ നാവിൽ നിന്ന് അപകടമൊന്നും വീഴരുതെന്നുള്ളത്. എന്നാലും സംഭവിക്കും, ഇത് വളരെ സ്വാഭാവികമാണ്. ഇഷ്ടംപോലെ തെറ്റുകൾ പറ്റും. പക്ഷേ അതാണ് ചൊടിപ്പിച്ചതെങ്കിലും, ഓർഗനൈസേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള പിഴവുകളാണ് ചൊടിപ്പിച്ചതെങ്കിലും ആസിഫ് അലിയോട് അവഗണന കാണിക്കരുതായിരുന്നു. അത് ആ വീഡിയോയിൽ വളരെ വ്യക്തമാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ വളരെ ഇഷ്ടമാണ്. പക്ഷേ ഈ ചെയ്തതിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഒരു മനുഷ്യനെ അങ്ങനെ ഒരു വല്ലാതെ പെയിൻഫുള്ളായൊരു സിറ്റുവേഷനിലേക്ക് നിർത്തിയതിന് അത് കാണാൻ ആ നിമിഷത്തിൽ എനിക്കതിൽ ഇടപെടാൻ പറ്റിയില്ല എന്നുള്ളതിൽ എനിക്കും വിഷമമുണ്ട്. ഇഫ് ഐ വുഡ് ഹാവ് സീൻ ദാറ്റ്, എന്തെങ്കിലും നമ്മളവിടെ ഒരു സംസാരം കൊണ്ടോ എങ്ങനെയെങ്കിലും നമ്മളത് ക്ലിയർ ചെയ്തേനെ, ലൈക്ക് ആസിഫിനെ ആ ഒരു പൊസിഷനിൽ നിർത്താതിരിക്കാനായിട്ട് സാധിച്ചേനെ. ബട്ട്